ഇപ്പൊ എന്തായാലും ഇപ്പൊ സിനിമ തിയേറ്ററിൽ ഇറങ്ങുകയാണ്. ഇപ്പോഴാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളാണ് ഒരാഴ്ച ഇറങ്ങുന്നത്. പണ്ടത്തെ പോലെ അല്ല, എണ്ണം കൂടാണ്. 8-9 സിനിമകളൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയുന്നു പല സിനിമകൾ പഴയ പോലെയല്ല, ഇപ്പൊ ഭയങ്കര റിസ്ക് ആണ്. ഈ പറഞ്ഞ പ്രീ ബിസിനസ് നിന്നു എന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് വിവാദങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷെ അത് രണ്ട് ഇത് വരുന്നുണ്ട്. അതായത് പ്രൊമോഷൻസിന് നിങ്ങൾ നടന്മാർ താരങ്ങൾ പങ്കെടുക്കണം, പക്ഷെ നിങ്ങളുടെയും കൂടിയും സൗകര്യം കൂടിയും നോക്കിയിട്ടാണ്. പക്ഷെ പൂർണ്ണമായിട്ട് ഇപ്പൊ അത് നടന്മാരെ അല്ലെങ്കിൽ താരങ്ങളെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലോട്ടും വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ചോദിച്ചത് നിങ്ങളുടെയും കൂടിയും, കാരണം ഒരു സിനിമ സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊമോഷന് വരണം എന്നാണ്. പക്ഷെ അത് അനൂപ് അദ്ദേഹം തന്നെ പറഞ്ഞു എപ്പോ വരണം എന്നുള്ളതല്ല. ചിലപ്പോൾ നിങ്ങൾ വേറെ സിനിമയുടെ ഷൂട്ടിന്റെ തിരക്കിലായിരിക്കണം. അപ്പോൾ ഒരു സൈഡ് മാത്രമാണ് പബ്ലിക്കിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു നടൻ എന്ന രീതിയിലും നടിയെന്ന രീതിയിലും നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും നമ്മൾ ചെയ്തൊരു സാധനം ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി തന്നെ നോക്കുന്നത്. ഇപ്പോൾ കോംപ്രമൈസസ് എടുത്തിട്ട് തന്നെ ഇപ്പൊ മാത്യു ഇന്ന് രാവിലെ വരെ ഷൂട്ട് ചെയ്തിട്ടാണ് മാത്യു ഇന്ന് ഇപ്പം പ്രൊമോഷൻസിന് വേണ്ടി വന്നത്. അതെ, അപ്പം ചെയ്യുന്നില്ല എന്നല്ല, എല്ലാവരും എഫേർട്ട് ഇടുന്നുണ്ട്. അത് ആ സ്കെഡ്യൂള് സിങ്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവുക. അത് ആ ഒരു ബുദ്ധിമുട്ടാണ് മോസ്റ്റ്ലി വരുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും അത്യാവശ്യം നല്ല കോപ്പറേറ്റീവ് ആണ്. ഇപ്പം ലൈക്ക് പ്രൈമറി എക്സാമ്പിൾ എന്താ മാറ്റി പറയാ, അത് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി ആണെങ്കിൽ എല്ലാം അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാള് നമ്മൾ ചെയ്ത സാധനം നമ്മളെപ്പോഴും ആൾക്കാരായിട്ട് എത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തുമാത്രം നമ്മൾ എന്തൊക്കെ ചെയ്താലും സിനിമ സംസാരിക്കണം, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരത് ഏറ്റെടുക്കുകയും ആൾക്കാരതിനെ ഇൻഡിവിജ്വലി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാ സിനിമകളിലും അത് സംഭവിക്കട്ടെ, എല്ലാ സിനിമകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ. തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെ അതെ, ഞാൻ പറഞ്ഞപ്പോ നമ്മള് തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു സിനിമയെ സംബന്ധിച്ചോളം നമ്മൾ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കത് ഒരു ഇനീഷ്യലി നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പിന്നെ സിനിമ സംസാരിക്കണം. നമ്മൾ എന്തുമാത്രം എന്ന് പറഞ്ഞിട്ടും അല്ല, ജനറലി ജെന്യുവൻലി അത് തന്നെയാണ്. ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ട സിനിമ ഉറപ്പായിട്ട് ഓടും. സുഖമാണ്. ഇതിൽ പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ളത്? എന്നെ സംബന്ധിച്ചോളം ഈ കളക്ഷനൊക്കെ ഉപരി നല്ല കളക്ഷൻ വരട്ടെ, പ്രൊഡ്യൂസർ ഹാപ്പി ആവട്ടെ, ഉറപ്പായിട്ടും അതും നമ്മുടെ ആഗ്രഹം തന്നെയാണ്. പക്ഷെ ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തതെന്നൊക്കെ എന്നെ സംബന്ധിച്ചോളം ഈ തിയോ എന്നൊരു ക്യാരക്ടറിന്റെ ഇമോഷനും അതൊക്കെ കേട്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത് വിഷമിപ്പിക്കുകയും അല്ലെങ്കിൽ എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു സിമ്പതി തോന്നി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയുടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുകയും അത് എന്തുമാത്രം ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങും അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് അത് ഉള്ളത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനൊരു എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വില മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ടച്ച് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അത് ടച്ച് ചെയ്ത അതൊരു സക്സസ് ആണെന്നാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് മനസ്സിലായാൽ അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും എനിക്ക് കിട്ടാവുന്ന ഒരു ഈ സിനിമയിൽ നിന്നുള്ളൊരു വലിയ റിസൾട്ട്. ഇനി തമിഴ് ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, പിന്നെ ഇറങ്ങാൻ ഉടുമ്പൻചോല വിഷൻ ഇറങ്ങാൻ. തമിഴ് വേറെ ഒന്നും അല്ല, കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ ചെയ്യാ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക, ഇവിടുത്തെ സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ എന്തായാലും സുഖമാണ്. എന്തായാലും പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കണക്ട് ആയാൽ പിന്നെ മലയാളി ഓഡിയൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എപ്പോഴും ക്വാളിറ്റി കണ്ടന്റ് എപ്പോഴും ഒരുപാട് വാം വെൽക്കമിങ് ഹാൻഡ്സ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ് മലയാളി ഓഡിയൻസ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഹ്യൂമൻ കണക്ഷൻസിനെ പറ്റിയാണെങ്കിലും കുറച്ച് അൺകൺവെൻഷനായി, കുറച്ച് ഫണ്ണായി, കുറച്ച് ഫാൻറ്റസി ഒക്കെ ആഡ് ചെയ്ത് അതും ഓപ്പൺ ടു യുവർ ഇന്റർപ്രിട്ടേഷൻ ആ ഒരു ലൈനിലാണ് പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എലിമെന്റും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ഓപ്പൺ എൻഡഡ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് അവരുടെ ഇന്റർപ്രിട്ടേഷൻ ഫോം ചെയ്യാന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇതും ഓഡിയൻസിലുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മൾ ആ ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് റിസീവ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം
എപ്പോഴും ഉണ്ട്. അത് എസ്പെഷ്യലി മലയാളി ഓഡിയൻസിന്റെ അടുത്ത് അത് എല്ലാ കാലത്തും ഉണ്ടാവും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കളക്ഷനും വരട്ടെ. അതെ, താങ്ക് യു താങ്ക് യു.